ശ്രീ അബിൻ വർക്കി, ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. വലിയ ഗൂഢാലോചനയോടുകൂടി പോലീസിന് ഇപ്പോൾ അറിയാത്തതല്ല, പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ഷാഫി പറമ്പിലും DCC അധ്യക്ഷനും എല്ലാം കൂടി ശ്രമിക്കുന്നതിനിടയിലാണ് ഷാഫി പറമ്പിലിന്റെ തലയിൽ മാത്രമായി വടി വന്ന് വീഴുന്നത്. അപ്പോൾ അത് ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്ത് അടിച്ചതാണ്, ഗൂഢാലോചനയോടുകൂടി നടത്തിയതാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നു. അത് തന്നെയാണോ കോൺഗ്രസിന്റെ വാദം? തീർച്ചയായിട്ടും ഇതിനകത്ത് ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്ത് അടിച്ചതാണ് എന്നുള്ളതിന്റെ വിവരം ഇപ്പൊ പുതിയ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് പോലീസിന്റെ അവിടുത്തെ റൂറൽ SP പറഞ്ഞത് ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ്. ഈ ദൃശ്യങ്ങൾ പറയുന്നത് സത്യമല്ലേ? ലാത്തി ചാർജ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന എന്താണെന്ന് അന്വേഷിക്കണം. കാരണം ഷാഫി പറമ്പിലിനെ പോലെ ഇത്രയധികം വിസിബിലിറ്റി ഉള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ജനപ്രതിനിധിയെ എന്തിനാണ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ പോലീസ് ഒരുങ്ങിയത് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായ മുകളിൽ നിന്നുള്ള ഡയറക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു DYSPയുടെയും പോലീസിന്റെയും അപ്പോഴത്തെ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലോ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ ചെയ്തതല്ല, മറിച്ച് മുകളിൽ നിന്ന് കിട്ടിയ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തടിക്കാൻ അവിടെ തയ്യാറായത് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദഗതി. ആ വാദഗതി ഉറപ്പുവരുത്തതാണ് ഈ ദൃശ്യങ്ങൾ. നമുക്കറിയാം, ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. സർക്കാർ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ശബരിമല അയ്യപ്പന്റെ പൊന്ന് കട്ട് മറച്ചു വിറ്റുവെന്ന് കോടതി വിധി വന്നിരിക്കുകയാണ്. ഇന്നിപ്പോ പുതിയ വിവരം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകനും EDയുടെ കുരുക്കിലാണ്. ഇങ്ങനെ ഒരു തിരുട്ടു ഫാമിലിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തിരുട്ടു ഫാമിലിക്കെതിരായിട്ടുള്ള വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ വാർത്തകൾ മൂടി വെക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഏറ്റവും ജനപ്രിയനായ ഒരു ജനപ്രതിനിധി, മലബാറിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിവേര് തോണ്ടുന്ന ഒരു ജനപ്രതിനിധി, അത്രയധികം ജനകീയനായ ഒരു ജനപ്രതിനിധിയെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ മാത്രമല്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ തന്നെ ഇകഴ്ത്താനും അതുപോലെ തന്നെ അടിച്ചമർത്താനുമാണ് നോക്കുന്നത്. ഇതൊന്നും അനുവദിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുട്ടു ഫാമിലിയുടെ അന്തിമ വാദങ്ങൾ, അന്തിമ ഭരണവുമാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ അന്തിമ ഭരണമാണ്. ഈ അന്തിമ ഭരണം നമ്മൾ ബംഗാളിലും ത്രിപുരയിലും കണ്ടതാണ്. അവിടെയും അത് തന്നെയാണ് കാര്യം. പോലീസുകാരനും റൂറൽ SP-യും ഈ പറയുന്ന ബൈജു, ആ നെട്ടോറിയസ് ക്രിമിനൽ, IPS കൺഫേർഡ് IPS ലഭിച്ചതിന്റെ പ്രത്യുപകാരമായിട്ട് ഇത്തരത്തിൽ കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചിട്ട് പച്ച നുണ വിളിച്ചു പറയുകയാണ്. ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന്. ഷാഫിയെ ലാത്തി കൊണ്ട് ഷാഫിയെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ദൃശ്യങ്ങൾ പറയുന്നത് കാണുന്നില്ലേ? ഇനി ഇതിലും വലിയ തെളിവ് എന്താണ് വേണ്ടത്? ഷാഫിയെ തെരഞ്ഞു പിടിച്ച് തലക്കിട്ടടിക്കുന്നത്, മോന്തയിൽ അടിച്ചു പൊട്ടിക്കുന്നത്, മൂക്കടിച്ചു പൊട്ടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നിട്ടും പോലീസുകാരൻ പറയുന്നു. ഏതാ പോലീസുകാരൻ ഇനി റൂറൽ SP-യുടെ മാത്രമല്ല ബ്രാഞ്ച് സെക്രട്ടറിയുടെ ലോക്കൽ സെക്രട്ടറിയുടെ ഇൻചാർജ് കൂടി ഈ പോലീസുകാരൻ ബൈജു ആണ് വഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബൈജു അത് വ്യക്തമാക്കണം. ബൈജുവിന് കൺഫേർഡ് IPS ലഭിക്കാൻ ഈ പറയുന്ന സഖാക്കൾ സഹായം ചെയ്തതിന്റെ പ്രത്യുപകാരമായിട്ടാണോ ഷാഫി പറമ്പിലിനെ? സ്ഥലം MP ആണ്, പേരാമ്പ്രയുടെ അടക്കം അടങ്ങുന്ന MP ആണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയല്ലേ ചെയ്യുന്നത്? ഇനി ഇത് ഗോവിന്ദൻ സഖാവ് വന്നിട്ട് ഇതും ആണെന്ന് പറയുമോ? ഗോവിന്ദൻ സഖാവിന് അങ്ങനെ പലതും പറയാം. പൊട്ടനാവുന്നതിനൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതിനും പരിധിയുണ്ട്. ഗോവിന്ദൻ സഖാവ് പൊട്ടനാണെന്ന് കരുതിയിട്ട് ഗോവിന്ദൻ സഖാവ് ഇങ്ങനെ ആഞ്ഞു തള്ളുന്നതും ഈ പറയുന്ന ക്യാപ്സ്യൂളുകളും ഒക്കെ വിശ്വസിക്കാൻ പൊതുജനത്തിന് കിട്ടുകയില്ല. ഇന്നലെ എന്താണെങ്കിലും കാര്യങ്ങൾ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് അക്രമം നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കണം. ഇന്നലെ അവിടെ ഈ പ്രകടനം നടന്നിട്ട് അവിടെ DYFIക്കാർ വന്ന് ആക്രമിക്കാൻ വന്ന DYFIക്കാരുണ്ടായിരുന്നു. ആ DYFIക്കാരെ ആക്രമിക്കാൻ വന്നപ്പോ സംയമനം ഉണ്ടാക്കുവാനും അവിടെ ഒരു സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കുവാനുമാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കളും അവിടെ പരിശ്രമിച്ചത്. ആ ഒരു അവസരത്തിൽ പോലീസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന തെമ്മാടി കൂട്ടങ്ങൾ, കാക്കിയിട്ട തെമ്മാടി കൂട്ടങ്ങൾ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് അയാളുടെ മോന്തയടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും പകരം ചോദിക്കാതിരിക്കില്ല. നിങ്ങളൊക്കെ ഒന്നാലോചിച്ചാൽ മതി. 5-8 മാസം കൂടിയേ ഈ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെ ജനങ്ങളെടുത്ത് വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയും. അന്നിവിടെ ഭരണം മാറും, ഭരണകർത്താക്കൾ മാറും. അന്നും ഈ കാക്കിക്കുള്ളിൽ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളെയൊക്കെ നോട്ടമിട്ടിട്ടുണ്ട്.
കണ്ടുവച്ചിട്ടുണ്ട്. ഓരോരുത്തന്റെയും പേരും മറന്നിട്ടില്ല, മുഖവും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. ഓർത്തു വെച്ചോ. ഇത് ഷാഫി പറമ്പിലിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കെ ശൈലജയുടെ തോൽവി തന്നെയാണ്. അതും ഞെട്ടിക്കുന്ന തോൽവിയാണ് കെ ശൈലജയ്ക്ക് വടകരയിൽ സംഭവിച്ചത്. അതങ്ങ് സമ്മതിച്ചിട്ടില്ല ഇതുവരെ ശൈലജയും സഖാക്കളും ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ല. അതിനിങ്ങനെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ്. ശൈലജ എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പൊ ഏറ്റവും അവസാനം എറണാകുളത്തെ പറവൂരിൽ വന്നുകൊണ്ട് ശൈലജ പറഞ്ഞത് എന്താ? കാന്തപുരം ഉസ്താദിന്റെ വ്യാജ അണ്ടർപാട്ടുണ്ടാക്കിയെന്ന്. എന്നാ പിന്നെ ശൈലജ അതൊന്ന് പുറത്തു വിടണം. ശൈലജ ഇങ്ങനെ തോറ്റിട്ടുണ്ടെങ്കിൽ തോറ്റു എന്ന് പറയണം, തോൽവി സമ്മതിക്കണം. അതല്ലാതെ ന്യായീകരണങ്ങളല്ല വേണ്ടത്. അത് മുതൽ തുടങ്ങിയതാണ് ഷാഫി നിങ്ങളുടെ കണ്ണിലെ കരടായിട്ട്. ആ ഷാഫിയെ നിങ്ങൾ പല രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ഈ കേരളം കണ്ട ഈ അടുത്ത കാലത്ത് കണ്ട എല്ലാ വിവാദങ്ങളും ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ പറയുന്ന വിവാദങ്ങൾ പോലും അത് രാഹുലിനെയല്ല ടാർഗറ്റ് ചെയ്തത്. അതിൻ്റെയും ഉദ്ദേശ ലക്ഷ്യം, അതിൻ്റെ അവസാന ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതും ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. നിങ്ങൾ അയാളെ വർഗീയവാദിയാക്കാൻ നോക്കി, നിങ്ങൾ അയാളെ പെണ്ണുപിടിയനാക്കാൻ നോക്കി, നിങ്ങൾ അയാളെ പല വിധത്തിൽ ടാർഗറ്റ് ചെയ്തു. അതുകൊണ്ടൊന്നും നിങ്ങൾ തീർത്തില്ല. അവിടെയൊന്നും നിങ്ങൾക്ക് അയാളെ തൊടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത്തരത്തിൽ പോലീസിനെ വിട്ടുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് അയാളെ ഭയപ്പെടുത്താമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഷാഫി പറമ്പിലാണ്. അയാളുടെ ജനസമിതി അത് തന്നെയാണ് നിങ്ങളെ ഇത്രയധികം പ്രകോപിതരാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ, വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന അസംബ്ലി മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അത് തലശ്ശേരിയുണ്ട്, കൂത്തുപറമ്പുണ്ട്, വടകരയുണ്ട്, കുറ്റ്യാടിയുണ്ട്, നാദാപുരമുണ്ട്, കൊയിലാണ്ടിയുണ്ട്, പേരാമ്പ്രയുണ്ട്. ഇത്രയും നിയമസഭാ മണ്ഡലങ്ങൾ ഈ വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നതാണ്, പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നതാണ്. ഈ ഇത്രയും അസംബ്ലി മണ്ഡലങ്ങളിലെയൊക്കെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള MP ആണ് ഷാഫി പറമ്പിൽ. ഈ ഷാഫി പറമ്പിൽ അവിടുത്തെ MP ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ തലശ്ശേരിയും കൂത്തുപറമ്പും വടകരയും പിന്നെ പേരാമ്പ്രയും നാദാപുരവും കുറ്റ്യാടിയും കൊയിലാണ്ടിയും അടങ്ങുന്ന ഇത്രയധികം മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിലെ ഷാഫിയുടെ സ്വാധീനം നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഷാഫിയുടെ ഈ മണ്ഡലങ്ങളിലൊക്കെയുള്ള ഷാഫിയുടെ ജനസമിതി അത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അയാൾ ഈ മണ്ഡലങ്ങളിലൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, വടകരയാവട്ടെ, കൂത്തുപറമ്പാവട്ടെ, തലശ്ശേരി ആവട്ടെ, പേരാമ്പ്രയാവട്ടെ, കുറ്റ്യാടി ആവട്ടെ, നാദാപുരം ആവട്ടെ, കൊയിലാണ്ടി ആവട്ടെ, ഇത്രയും മണ്ഡലങ്ങളിൽ ഷാഫി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള കാരണം ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഷാഫി മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വടകരയിൽ നിന്നും, തലശ്ശേരിയിൽ നിന്നും, കുറ്റ്യാടിയിൽ നിന്നും, നാദാപുരത്ത് നിന്നും, കൂത്തുപറമ്പിൽ നിന്നും, കൊയിലാണ്ടിയിൽ നിന്നും ഒക്കെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് വണ്ടി കയറുന്നത് UDFന്റെ പ്രതിനിധികളായിരിക്കുമെന്ന്. അത് തന്നെയാണ് ഇപ്പൊ അവിടെ സംഭവിക്കുന്നതും. ജനങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു. ജനങ്ങൾ UDFനെ വിജയിപ്പിച്ചു വിടണമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വരുന്നു. ഈ പറയുന്ന പിണറായി വിജയന്റെ ഫാമിലി അടങ്ങുന്ന തിരുട്ട് ഫാമിലിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രതിരോധിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങൾ ഈ തിരുട്ട് ഫാമിലിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്നിതാ പിണറായി വിജയന്റെ മകനെതിരെയും ED സമൻസ് അയച്ചിരിക്കുകയാണ്. ലൈഫ് മിഷനിൽ കട്ടുത് മുടിച്ചിരിക്കുകയാണ്, അതിലും കൈവച്ചിരിക്കുന്നു. വീണ മാത്രമല്ല, മകനും ഈ പറയുന്ന കൊള്ളയടിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നു. ED കേസ് സമൻസ് അയച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ കേരളത്തിലെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കേരളത്തിലെ ജനം ഇതൊന്നും കാണരുത്. അതിനപ്പുറത്തേക്ക് കണ്ടാലും ഇതൊന്നും ചർച്ചയാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രതിപക്ഷത്ത് മുന്നിൽ നിന്ന് നയിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളെ തൊടണം. നിങ്ങളുടെ കോട്ടകൾ ഇളകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ, ഷാഫിയെ പോലുള്ള ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നുള്ള ഒരു ആശങ്ക ഉടലെടുക്കുമ്പോൾ
ഷാഫി പറമ്പിലിനെയൊക്കെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചോ. നിങ്ങൾ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച വാഹനം ഇത്തരത്തിൽ നിങ്ങളുടെ കോട്ടയിളകുമെന്ന് കണ്ടപ്പോ വടകരയിലെ ഒഞ്ചിയത്ത് നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് TP ചന്ദ്രശേഖരന്റെ 51 വെട്ടി വീഴ്ത്തിയില്ലേ? ആ വാഹനങ്ങളൊക്കെ ഇപ്പോഴും വടകരയിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ബട്ട് ആ ആളുകളും ഉണ്ട് എന്നറിയാം. അതിലെ പ്രതികളെയും നിങ്ങൾ രക്ഷിക്കുമെന്നറിയാം. ഇപ്പൊ മാഹിയിലെ കേസിൽ ഇതേ ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയ കേസിലെ പ്രതികൾ തന്നെയാണ് മാഹിയിലെ കൊലപാതക കേസിലെ പ്രതികളും. പക്ഷേ കഴിഞ്ഞ ദിവസം അതിന്റെ വിധി വന്നപ്പോ എന്തായി? ഈ പ്രതികളൊക്കെ നിരപരാധി. ഈ പറയുന്ന പ്രതികൾ നിരപരാധികളായി. കൊടിസുനി അടങ്ങുന്ന സംഘത്തെ നിങ്ങൾ നിരപരാധികളാക്കി. അവര് തന്നെയാണ് TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയതും. ആ കേസിലും നിങ്ങൾ കൊടിസുനിയെയും ഈ പറയുന്ന സംഘാംഗങ്ങളെയും ഒക്കെ നിങ്ങൾ നിരപരാധികളാക്കുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, വടകര മാറിയിട്ടുണ്ട്. വടകര മാത്രമല്ല മാറിയിരിക്കുന്നത്, നാദാപുരവും കുറ്റ്യാടിയും കൊയിലാണ്ടിയും പേരാമ്പ്രയും കൂത്തുപറമ്പും വടകരയും അടങ്ങുന്ന തലശ്ശേരിയും അടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളും മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ മാറിയതല്ല. ഷാഫി പറമ്പിലിന്റെ ഇടപെടലുകൾ തന്നെയാണ് അതിനൊക്കെ കാരണം. അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അയാളെ ഇത്രയധികം ടാർഗറ്റ് ചെയ്യുന്നത്. ആ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാളെ ആക്രമിച്ച് നിങ്ങൾ ഈ പറയുന്ന കാക്കിയിട്ട സഖാക്കളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ദാനം ചെയ്ത IPS കൺഫേർഡ് IPSനുള്ള പ്രത്യുപകാരമാണ് ഈ പറയുന്ന കാക്കിയിട്ടവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതെങ്കിൽ അയാളെ ശാരീരികമായി ആക്രമിച്ച് ഇല്ലാതെയാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനത വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. കേരളത്തിലെ ജനത തെരുവിലിറങ്ങും. അത് ഇന്നലെ രാത്രി തന്നെ ഈ കേരളം ഒട്ടുകം കണ്ടതുമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഷാഫിയുടെ മൂക്കിൽ നിന്ന് പൊടിഞ്ഞു വീണ ചോരക്ക് കണക്ക് ചോദിക്കാൻ ഇന്നലെ കേരളത്തിന്റെ തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അയാളുടെ ജനസമ്മതിയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അയാളുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതിനപ്പുറം നിങ്ങളെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, വടകരയിലെ നിങ്ങളുടെ ശൈല ടീച്ചർ തോറ്റു തുന്നമ്പാറിയതിന്റെ ഭയം അത് ഇപ്പോഴും നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഇതിനൊക്കെ കണക്ക് പറയിപ്പിക്കാതെ, ഇതിനൊക്കെ ജനാധിപത്യ രീതിയിൽ മറുപടി പറയിക്കാതെ, ഉത്തരം പറയിക്കാതെ ഇതൊന്നും അവസാനിക്കില്ല എന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടായാൽ നല്ലതാണ്.